ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലേഖനത്തിൽ ഇന്ന് 9-ാമത്തെ അധ്യായമാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ക്രിസ്തീയ ലോകത്ത് വളരെയേറെ തെറ്റിദ്ധാരണയും വിവാദങ്ങളും ഉളവാക്കിയിട്ടുള്ള ഒരധ്യായമാണ് ഈ 9-ാം അധ്യായം. ഈ 9-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ തെറ്റായിട്ടുള്ള ചില ഉപദേശങ്ങൾ ഇന്ന് ലോകത്തിലുടനീളം വ്യാപരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളും അറിഞ്ഞോ അറിയാതെയോ അത്തരം ഉപദേശങ്ങളുടെ സ്വാധീനത്തിലായിരിക്കാം ഈ സമയത്തും എന്നുള്ളതുകൊണ്ട് ഈ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പഠനവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ ഒരു വേദഭാഗം, ഈ ഒരു പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 9-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആമുഖമായിട്ട് 9-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, ഇത് മനുഷ്യൻ്റെ രക്ഷയെ സംബന്ധിക്കുന്ന ആത്മരക്ഷ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമല്ല ഇത്. ഈ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന് ശേഷം 9-ാമത്തെ അധ്യായത്തിൽ വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. യഹൂദന്മാരോടുള്ള ചില ചോദ്യങ്ങളും അല്ലെങ്കിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ഉന്നയിച്ചിരിക്കുന്നതായിട്ടുള്ള ചില ആക്ഷേപങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ പുസ്തകം പഠനം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. റോമയിലെ സഭയിൽ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും വന്നതായിട്ടുള്ള വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് യഹൂദന്മാരിൽ നിന്നുള്ള വിശ്വാസികൾ റോമാ നഗരം വിട്ടു പോകേണ്ടി വന്നു. അതിനുശേഷം നീറോ ചക്രവർത്തി വന്നതിന് ശേഷം അവർക്ക് വീണ്ടും റോമാ നഗരത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. അപ്പോൾ റോമയിലുള്ള സഭയിൽ 2 ഗ്രൂപ്പ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ജാതികളിൽ നിന്ന് വന്നവരും യഹൂദന്മാരിൽ നിന്ന് വന്നവരും എന്നുള്ള നിലയിൽ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുവാനായിട്ട് കാരണമായത് ഇടക്കാലത്ത് ഒരു ഗ്രൂപ്പ് അങ്ങ് മാറിപ്പോയി, പിന്നെ തിരിച്ചു വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർ തമ്മിൽ ചില അതായത് യഹൂദന്മാരാണോ ദൈവിക പരിപാടി, യഹൂദന്മാരല്ലേ ദൈവിക പരിപാടി, ജാതികൾക്ക് അതിനകത്ത് എന്താണ് പങ്കുള്ളത്, യഹൂദന്മാരാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നുള്ളതായ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ആ കാലത്ത് ആ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് വളരെ പല പ്രാവശ്യം ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 8-ാമത്തെ അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്തു, നീതീകരിക്കുന്നവൻ ദൈവമാണ്, ആർക്കാണ് കുറ്റം വിധിക്കുവാനായിട്ട് സാധിക്കുക? ഒരു പക്ഷേ ഇത് ഇങ്ങനെയുള്ള, അതായത് ജാതികളായിട്ടുള്ള ആളുകളിൽ നിന്നും യഹൂദന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നതായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പരസ്പരം ഉണ്ടായിരുന്നതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഒരു പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ആ കാലത്ത് ഉണ്ടായിരുന്നിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു വാക്കിന് പ്രസക്തി ഇല്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആവശ്യമുണ്ട്. ഈ അധ്യായത്തിൻ്റെ പ്രധാന ഭാഗം ഇന്ന് തന്നെ നമുക്ക് ചിന്തിച്ച് തീർക്കണം. കാരണം അതൊരൊറ്റ വിഷയമാണ് ഈ അധ്യായത്തിൻ്റെ ഏകദേശം 3/4 പങ്കും എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ പല ദിവസമായിട്ട് പഠിച്ചാൽ അത് മനസ്സിൽ ഓർത്തിരിക്കാനായിട്ടുള്ള പ്രയാസമുണ്ട്, അതിൻ്റെ ഒരു പൂർണ്ണത വരികയുമില്ല. അതുകൊണ്ട് ഒരല്പം സ്പീഡിലായിരിക്കും ഞാൻ ഈ ക്ലാസ് ഇന്ന് എടുക്കുന്നത്. ശരി, നമുക്ക് 9-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിനാൽ സാക്ഷിയായിരിക്കുന്നു. എന്താണ് തൻ്റെ ഹൃദയത്തിൻ്റെ നോവും ദുഃഖവും എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ
ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അതായത് തൻ്റെ ചാർച്ചക്കാരെന്ന് പറയുമ്പോൾ യഹൂദന്മാരായിട്ടുള്ള തൻ്റെ ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ യഹൂദ ജാതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ ശാപഗ്രസ്തനായി എന്നുള്ളത് കൊണ്ട് യഹൂദന്മാർക്ക് രക്ഷ വരികയില്ല. എന്നാൽ അവരെ സംബന്ധിക്കുന്ന ഒരു വലിയ ഭാരം പൗലോസ് അപ്പോസ്തലന് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജലപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവ്വത്തിനും മീതെ ദൈവവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമേൻ. അപ്പോൾ ഇവിടെ ദൈവം ഈ ലോകത്തിൽ മനുഷ്യരോട് ഇടപെട്ടത് ഇസ്രായേൽ ജാതിയിലൂടെയാണ്. അതുകൊണ്ട് പക്ഷേ അവര് ഈ യേശുക്രിസ്തുവിനെ മെസ്സിഹായായിട്ട് അയക്കപ്പെട്ടവനായിട്ട് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലന് വലിയൊരു ദുഃഖമുണ്ട്, തനിക്കൊരു നിരാശയുണ്ട്, അല്ലെങ്കിൽ മനസ്സിന് നോവുണ്ട്, ഹൃദയത്തിൽ നോവുണ്ട്. കാരണം അവരാരും കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഒരുക്കിയതായിട്ടുള്ള രക്ഷയെ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നു മാത്രവുമല്ല, അവർക്ക് പുത്രത്വം, ദൈവമക്കൾ, ദൈവത്തിൻ്റെ ജനം എന്നുള്ള പേര് അവർക്കുണ്ട്. തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ, പിതാക്കന്മാർ എല്ലാം അവർക്കുണ്ട്. അവരിൽ നിന്നാണ് കർത്താവ് വന്നത്. എന്നിട്ടും അവർക്ക് കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതിൻ്റെ പേരിലുള്ള ദുഃഖം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ റോമയിലെ സഭയിൽ ഉണ്ടായിരുന്ന രണ്ട് ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ 9-ാമത്തെ അധ്യായത്തിൽ അത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ അത് പ്രധാനമായിട്ടും പറയുന്നത് യഹൂദന്മാരോടാണ്. എന്നാൽ 11-ാമത്തെ അധ്യായത്തിൽ ജാതികളായിട്ടുള്ള ആളുകളോടും അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരോടും അത് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ 9-ാമത്തെ അധ്യായം യഹൂദന്മാരുടെ, ഇസ്രായേൽ ജനത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ചും 10-ാം അധ്യായം യഹൂദന്മാരുടെ ഈ ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചും 11-ാം അധ്യായം യഹൂദന്മാർക്ക് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഈ വേദഭാഗം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു, ഞങ്ങളാണ് ദൈവത്തിൻ്റെ ജനം എന്നുള്ളതായിട്ടുള്ള അഹങ്കാരവും കാഴ്ചപ്പാടുമൊക്കെ ഇസ്രായേൽ മക്കൾക്ക്, പ്രത്യേകിച്ച് യഹൂദന്മാർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ യഹൂദന്മാരെ തിരഞ്ഞെടുത്തവനായിട്ടുള്ള ദൈവം ജാതികളെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് യഹൂദന്മാരായിട്ടുള്ള ആളുകളുടെ ആക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദന്മാരെ തിരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സർവാധികാരമാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുന്നത്. അത് ഏബ്രഹാം മുതൽ, ഏബ്രഹാമിനെ വിളിച്ചിട്ടാണല്ലോ ഏബ്രഹാമിൽ നിന്നാണ് യഹൂദന്മാർ ഉണ്ടായത്. എബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചത് മുതൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അപ്പോൾ അബ്രഹാമിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് കൊണ്ട് വാഗ്ദത്ത സന്തതിയാകുകയില്ല. വാഗ്ദത്തം അബ്രഹാമിൽ നിന്ന് സാറയിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള പുത്രന് മാത്രമേ ഉള്ളൂ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അബ്രഹാമിനെ നമുക്കറിയാം 8 മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 3 ഭാര്യമാരിലായിട്ട് 8 മക്കളുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ സന്തതി എന്ന് ദൈവം വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതിയായിരിക്കുന്ന ഇസഹാക്കിന് മാത്രമേ ആ ഒരു പദവി കൊടുത്തിട്ടുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉദിക്കുന്നത്. നമുക്കറിയാം, അന്ന് ലോകത്ത് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു.
എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ അന്ന് ആളുകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു? അബ്രഹാമിൽ എന്തെങ്കിലും പ്രത്യേക നന്മയുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയൊന്നും നമ്മൾ വായിക്കുന്നുമില്ല. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ ആണ്. വേറെ ഏത് മനുഷ്യനെ അന്ന് തിരഞ്ഞെടുത്താലും ഈ ചോദ്യം ഉദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇനിയിപ്പോൾ അന്ന് ജീവിച്ചിരുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരാളെ, അബ്രഹാമിനെ അല്ല തിരഞ്ഞെടുത്തത് എന്ന് വന്നാൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതായിട്ടുള്ള ചോദ്യം അവിടെ വരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് ദൈവത്തിന് ഒരു അധികാരമുണ്ട്. ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ, സോവറിനിറ്റിയിൽ ദൈവത്തിന് ആരെയും തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ സർവാധികാരത്തിലാണ്. അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അബ്രഹാമിൽ നിന്ന് 8 മക്കളുണ്ടായിരുന്നു. എന്നാൽ ആ 8 മക്കളിൽ ഇസഹാക്കിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതെന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം ദൈവം സാറായിലൂടെ നൽകുന്ന പുത്രനെയാണ് വാഗ്ദത്ത സന്തതിയായിട്ടും തൻ്റെ സന്തതിയായിട്ടും, ജഡത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് വാഗ്ദത്ത പ്രകാരം വന്നതായിട്ടുള്ള ഇസഹാക്കിനെയാണ് ദൈവിക പരിപാടിയിൽ ദൈവം ഉൾപ്പെടുത്തിയത്. അതും ദൈവത്തിൻ്റെ സന്തതി, ദൈവത്തിൻ്റെ സർവാധികാരത്തിലാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. 14-ാമത്തെ വാക്യത്തിൽ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ മകനിലൂടെയാണ് ദൈവിക പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ പെട്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇസഹാക്കിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരോട് അനീതി കാണിച്ചു എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. അതാണ് ഇവിടുത്തെ പ്രമാണം. ദൈവം ഒരാളെ അങ്ങ് തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ എങ്ങനെ ദൈവം തൻ്റെ സർവാധികാരത്തിൽ തിരഞ്ഞെടുത്തോ അതുപോലെ തന്നെ ഇസഹാക്കിനെ, അബ്രഹാമിൻ്റെ 8 മക്കളിൽ നിന്നും ഇസഹാക്കിനെയും ദൈവം തൻ്റെ സർവാധികാരത്തിൽ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരി, വീണ്ടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ എന്ന് വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. അപ്പോൾ ഇവിടെ ഇസഹാക്കിന് നമുക്കറിയാം 2 പുത്രന്മാരുണ്ട്, യാക്കോബ്, ഏശാവ്. അപ്പോൾ യാക്കോബ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഏശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം, പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദോഷിച്ചിരിക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു വേദഭാഗം. അപ്പോൾ ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് വിളിക്കുന്നതുമായിട്ട് ഈ ഒരു വാക്യത്തെ ഉൾപ്പെടുത്തി ചിന്തിക്കുന്നതാണ് ഈ വലിയ ഒരു ദുരുപദേശത്തിന് ഇടയായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് രക്ഷയെ സംബന്ധിച്ച്, ആത്മരക്ഷയെ സംബന്ധിക്കുന്നതായിട്ടുള്ളൊരു വാക്യമേ അല്ല. ആത്മരക്ഷയെ സംബന്ധിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താണ്? ദൈവം അവനെ വിശ്വസിക്കുന്ന ഏവർക്കും നീതി ലഭിക്കേണ്ടതിന് വേണ്ടി അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരാളുകളെ രക്ഷയ്ക്കായിട്ട് പ്രത്യേകം വിളിച്ച് വേർതിരിച്ചു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ 8 അധ്യായങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് രക്ഷയ്ക്കായിട്ടുള്ള ഒരു വിളിയെക്കുറിച്ചല്ല ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒരു ഇസ്രായേൽ ജനത്തെ ദൈവം ഒരുക്കിയെടുത്തത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി ഇസ്രായേൽ മക്കൾ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ജാതിയെ ദൈവം ഒരുക്കിയെടുത്തതിൻ്റെ വഴികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്
ഈ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം എന്ന് പറയാനായിട്ടുള്ള കാരണം. ഒന്നാമത്തെ കാര്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു എന്നാണല്ലോ അതിൻ്റെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. 12-ാമത്തെ വാക്യത്തിൽ മൂത്തവൻ ഇളയവനെ സേവിക്കും. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മൂത്തവനായിരിക്കുന്ന ഏശാവ് ഇളയവനായിരിക്കുന്ന യാക്കോബിനെ സേവിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. അങ്ങനെ ഒരു വിഷയമേ അവിടെ സംഭവിച്ചിട്ടില്ല. എന്നാൽ യാക്കോബ് സേവിച്ചില്ലെങ്കിൽ പോലും ഏശാവിൻ്റെ മുമ്പാകെ വണങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ സേവിക്കും, ഈ മൂത്തവൻ ഇളയവൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ സേവിക്കും എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇത് നമുക്ക് പഴയ നിയമത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. കാരണം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വായിച്ചാൽ യാതൊരു സംശയങ്ങളും ഇല്ലാത്ത നിലയിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, തൻ്റെ ഭാര്യ മച്ചിയായിരുന്നുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേതിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ ഇവിടെ റിബേക്കയോട് യഹോവ അരുളി ചെയ്തത്, നിന്റെ ഉള്ളിൽ 2 ജാതികളുണ്ട്, 2 വ്യക്തികൾ എന്നല്ല, 2 കുഞ്ഞുങ്ങൾ എന്നല്ല, 2 ജാതികളുണ്ട്. 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ മൂത്തവൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വംശത്തെയാണ്, അല്ലെങ്കിൽ ഒരു ജാതിയെയാണ്. അതായത് മൂത്തവനായിട്ടുള്ള ഏശാവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ഒരു വംശം, യാക്കോബിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ളൊരു വംശത്തെ സേവിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഏശാവ് യാക്കോബിനെ സേവിക്കും എന്നല്ല, ഏശാവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ളൊരു വംശം അല്ലെങ്കിൽ ഒരു ജാതി യാക്കോബിൽ നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ഒരു വംശത്തെ അല്ലെങ്കിൽ ഒരു ജാതിയെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നതായിട്ടുള്ള ആ വംശത്തെ സേവിക്കുമെന്നാണ്. ഏശാവിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ജാതികളെ ഏദോമ്യർ എന്ന് നമുക്ക് അറിയാമല്ലോ. ഏദോമ്യർ ഇസ്രായേൽ മക്കൾക്ക് അടിമകളായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ സേവിച്ചവരായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ ഒരു വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഈ യാക്കോബ് ഏശാവിൻ്റെ മുമ്പിൽ 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വീണ്ടും, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉൽപ്പത്തി പുസ്തകത്തിലില്ല, അത് എഴുതിയിരിക്കുന്നത് മലാക്കിയുടെ പുസ്തകത്തിലാണ്. മലാക്കി പ്രവചനം എന്ന് പറയുന്നത് അനേക നൂറ്റാണ്ടുകൾ, അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് മലാക്കിയുടെ പുസ്തകം. ഈ സംഭവത്തിന് ശേഷം ആ പുസ്തകത്തിലാണ് മൂത്തവനെ ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മലാക്കി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമുക്കത് കാണാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിൻ്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി, അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷം അവിടെ യാക്കോബുമില്ല, ഏശാവുമില്ല.
എന്നാൽ അവരിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള 2 വംശങ്ങൾ അവിടെയുണ്ട്, അതല്ലെങ്കിൽ 2 ജാതികൾ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള 2 വംശങ്ങളെക്കുറിച്ചാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി നമ്മളവിടെ ചിന്തിക്കേണ്ടത് ഈ ദ്വേഷിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതാണ്. വെറുക്കുക എന്നുള്ളതാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഓരോ സംസ്കാരത്തിലും ഭാഷയിലും അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളോട് കൂടിയ പ്രമാണങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. പകയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഭാര്യയെയും ഭർത്താവിനെ, അപ്പനെ, അമ്മയെ, മക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ ഒക്കെ വെറുത്താൽ മാത്രമേ എന്നെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന്, അല്ലെങ്കിൽ ശിഷ്യനാകാൻ കഴിയുകയുള്ളൂ എന്നല്ല അവിടുത്തെ അർത്ഥം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, ഇതെല്ലാം നമുക്കുള്ള പ്രമാണങ്ങളാണ്. അവിടെ പകയ്ക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ വെറുക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തെക്കാൾ ഏറെ അവരെ സ്നേഹിക്കരുത്, ദൈവത്തിനായിരിക്കണം അവിടെ മുൻഗണന എന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഏശാവിനെ വെറുത്തു എന്നുള്ളതല്ല, ഏശാവിനേക്കാൾ യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളിലും അവൻ റാഹേലിൻ്റെ അടുക്കലും ചെന്നു, റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. പിന്നെയും 7 സംവത്സരം അവൻ്റെ അടുക്കൽ സേവ ചെയ്തു. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു, റാഹേലോ മച്ചിയായിരുന്നു. അപ്പോൾ ഇവിടെ റാഹേലിനേക്കാൾ ലേയയെ അധികം സ്നേഹിച്ചു. തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ് ലേയ അനിഷ്ട എന്ന്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ഗ്രേഡ് വ്യത്യാസമാണ് ഈ അനിഷ്ട എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദ്വേഷിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏശാവിനെ വെറുത്തു എന്നല്ല, ഏശാവിനേക്കാൾ ഏറെ യാക്കോബിനെ സ്നേഹിച്ചു എന്ന് മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് പറഞ്ഞത് മൂത്തവനല്ല, മൂത്തവനിൽ നിന്ന് വരുന്നതായിട്ടൊരു വംശമാണ്, ഒരു ജാതിയാണ്, അതായത് ഏദോമ്യരാണ്. അവർ ഇളയവനെ സേവിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ ജനത്തെ സേവിക്കുമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇതൊന്നും ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള രക്ഷയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തു. ഏശാവിനെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് യാക്കോബിനെ തിരഞ്ഞെടുത്തില്ല എന്നുള്ള ചോദ്യം അവിടെയുമുണ്ട്. അപ്പോൾ യാക്കോബിനെ തിരഞ്ഞെടുത്തത് ദൈവം തൻ്റെ സർവാധികാരത്തിൽ ചെയ്തതാണ്. അതിന് യോഗ്യതകളൊന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. യാക്കോബിനെയും ഏശാവിനെയും തമ്മിൽ യോഗ്യതകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും 2 പേർക്കും ഇല്ല. പക്ഷെ ദൈവം തൻ്റെ സർവാധികാരത്തിൽ ഒരാളെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഓരോ വാക്യങ്ങളും ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തു പറയുകയാണ്. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 15-16 വാക്യങ്ങളിൽ എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ഈ 3 ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്തത് മോശയിലേക്ക് വരികയാണ്. മോശയോട് ദൈവം പറയുകയാണ്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്നു. ഇത് ആത്മരക്ഷയെ സംബന്ധിച്ചല്ല, ഇത് ദൈവിക പരിപാടിക്കായിട്ട് ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തിയ ദൈവിക പരിപാടി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിൻ്റെ പശ്ചാത്തലം, ഇത് പഴയ നിയമത്തിൽ നിന്ന് എഴുതിയ ഒരു കൊട്ടേഷനാണ്. നമ്മൾ ഇതിനകത്ത് പഴയ നിയമത്തിൽ നിന്നുള്ള പല കൊട്ടേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ പഴയ നിയമത്തിൽ അത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് പോയാൽ മാത്രമേ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇതിൻ്റെയും പഴയ നിയമത്തിലെ കൊട്ടേഷനിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കിത് ദൈവം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള, യഹോവ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കൾ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. അപ്പോൾ ദൈവം അവരോട് കോപിച്ച് അവരെ നശിപ്പിച്ച് കളയും എന്ന് പറയുകയും
മോശയിൽ നിന്ന് ഒരു സന്തതി പരമ്പരയെ ഉളവാക്കുകയും ചെയ്യുമെന്ന് മോശയോട് പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട്, യഹോവയോട് മോശ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും അതുകൊണ്ട് ദൈവം അവർക്ക് വരുത്തുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 32-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു, ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് മോശയോട് അരുളി ചെയ്തു. അതിനുശേഷം മോശ ദൈവവുമായിട്ട് സംസാരിക്കുകയും 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു എന്ന് കാണുന്നുണ്ട്. അതിനുശേഷം 33-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായി തീരും എന്ന് പറഞ്ഞു. മോശയാണത് പറയുന്നത്. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിനവൻ, ഞാൻ എൻ്റെ മഹിമ ഒക്കെയും നിന്റെ മുമ്പാകെ കിടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ വേദഭാഗമാണ് പുതിയ നിയമത്തിൽ പൗലോസ് 9-ാമത്തെ അധ്യായത്തിലെടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ദൈവം അവിടെ മോശയുടെ വാക്കുകൾ കേൾക്കുകയും അവരെ നശിപ്പിക്കാതെ വിടുവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ മോശയോട് ദൈവം ഒരു കാര്യം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മോശെ, നീ ഇടപെട്ടത് കൊണ്ടല്ല, മറിച്ച് എനിക്ക് കരുണ തോന്നണം, കൃപ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കൃപ തോന്നുന്നു, കരുണ തോന്നുന്നു. അതെൻ്റെ തീരുമാനപ്രകാരമാണ്, അതെൻ്റെ സർവാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മോശയെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യമായിട്ടാണ് നമുക്കിത് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലനും ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നാം ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ പ്രാർത്ഥനയുടെ ഫലം എന്നുള്ളതല്ല, ദൈവത്തിന് അവരോട് കരുണ തോന്നി, അവരോട് കൃപ തോന്നി എന്നുള്ളതാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതായിരുന്നു മോശയെയും ദൈവം അവിടെ ഓർമ്മിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ കാര്യം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചു. അതിനുശേഷം വീണ്ടും ഫറവോയുടെ കാര്യത്തിലേക്ക് വരികയാണ്. 17-18 വാക്യങ്ങളിൽ, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ഇവിടെയും ചിലരെ കഠിനനാക്കി ശിക്ഷിക്കുന്നുവെന്നും ചിലരോട് കരുണ തോന്നുന്നുവെന്നും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മോശയുടെ പുസ്തകത്തിലേക്ക്, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെ നമ്മൾ മോശയെ കഠിനനാക്കിയതും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്, മോശ 6 പ്രാവശ്യം തന്നെ കഠിനനാക്കി. 6 പ്രാവശ്യം മോശ തന്നെ കഠിനനാക്കി. 3 പ്രാവശ്യം ദൈവം, അതിനുശേഷം 3 പ്രാവശ്യം ദൈവം മോശയെ കഠിനമാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. ഫറവോനോട് മോശ സംസാരിച്ചു, പലവട്ടം സംസാരിച്ചു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ധാരാളം മോശ കണ്ടു. ഏതെല്ലാം അത്ഭുതങ്ങളാണ് തൻ്റെ ദേശത്ത് തന്നെ ദൈവത്താൽ സംഭവിച്ചതൊക്കെ കണ്ടു. മോശ വീണ്ടും വീണ്ടും ഫറവോനോട് ആവശ്യപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ടും താൻ തൻ്റെ ഹൃദയത്തെ 7 പ്രാവശ്യം കഠിനമാക്കി എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണതയാണ്. അതായത് തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ഫറവോനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ദൈവം, യഹോവ ഫറവോനെ കഠിനപ്പെടുത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയും തനിക്ക് മനസ്സുള്ളവനോട് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ കഠിനനാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചിലരെ എന്നേക്കും ശിക്ഷിക്കാനായിട്ട് ഏകപക്ഷീയമായിട്ട് കഠിനനാക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നതിനർത്ഥമില്ല. അവർക്ക് അവസരങ്ങളെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പോൾ കഠിനമാക്കുന്നതിൻ്റെ ആരംഭം എവിടെയാണ്? അത് മനുഷ്യനിലാണ്. കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. പ്രവൃത്തികളെ കണ്ടു. മോശ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടതുപോലെ തന്നെ ഇസ്രായേൽ ജനവും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ധാരാളം കണ്ടു. മിസ്രൈമിൽ വെച്ച് അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കരയിൽ വെച്ച് അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു. ചെങ്കടൽ കടന്നതിന് ശേഷവും അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ടു. എന്നാൽ പക്ഷേ അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. അവർ കഠിനമാക്കിയതുപോലെ നിങ്ങൾ കഠിനമാക്കരുത് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികൾ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അപ്പോൾ അവിടെ അവരെ കഠിനപ്പെടുത്തി. അതുകൊണ്ട് അവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ല, സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് സത്യം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു വലിയ പാഠമാണിത്. യഥാർത്ഥത്തിൽ ദൈവിക കൽപ്പനകളെ കൂടെ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാനായിട്ട് നാം കൂട്ടാക്കുകയും ചെയ്യാതിരുന്നാൽ ദൈവം നമ്മളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അതൊരു വലിയ ശിക്ഷാവിധിയിലേക്ക് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. വീണ്ടും 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഫറവോയെ കഠിനപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് ഏകപക്ഷീയമായിട്ട് ദൈവം ചെയ്ത ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? അപ്പോൾ ഈ വാക്യത്തെയും എടുത്ത് വ്യാഖ്യാനിക്കുന്നത് ദൈവം ചിലരെ നാശത്തിന് വേണ്ടിയും ചിലതിനെ നല്ലതിനു വേണ്ടിയും ചിലരെ മോശത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ദൈവം തന്നെ അങ്ങ് തീരുമാനിച്ചു വെച്ചതാണ് എന്നുള്ള നിലയിലാണ്. എന്നാൽ അതും ഒരു പഴയ നിയമ പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണി ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ആവശ്യമാണ്. യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഒരു ജാതിയോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഇവിടെ ഒരു കുശവൻ ഒരു കളിമണ്ണ് എങ്ങനെ അതിനെ ഒരു പാത്രമാക്കി രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. ഒരു ജാതിയെക്കുറിച്ച് ഞാൻ നല്ലത് വാഗ്ദത്തം ചെയ്തു, എന്നാൽ അവർ തെറ്റിപ്പോയി, അവരെ ഞാൻ ശിക്ഷിക്കും. ഒരു ജാതിയെക്കുറിച്ച് ഞാൻ അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു, അവർ മാനസാന്തരപ്പെട്ടു, ഞാൻ ആ ജാതിയെ അനുഗ്രഹിക്കും. അപ്പോൾ ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് തനിക്ക് കയ്യിലിരിക്കുന്നത് പോലെ അതിനെ തനിക്ക് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി തീർക്കാൻ കഴിയുന്നത് പോലെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ജാതിയെയും മാനസാന്തരപ്പെടാത്ത ഒരു ജാതിയെയും എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വേദഭാഗങ്ങൾ ആണ് തെറ്റായിട്ടുള്ള ഒരു ഉപദേശത്തിന് അടിസ്ഥാനമായിട്ട് ആളുകൾ എടുത്ത് ഉപയോഗിക്കുന്നത്.
ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ 9-ാം അധ്യായം കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവം അബ്രഹാം മുതൽ ഇങ്ങോട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ വഴികളിൽ അവരെ എങ്ങനെ നടത്തി, അവരെ ഓരോരുത്തരെയും എങ്ങനെ അവരെ പരിഗണിച്ചു അല്ലെങ്കിൽ പരിഗണിക്കാതിരുന്നു എന്നുള്ളത് പഴയ നിയമ വേദപുസ്തകത്തിൻ്റെ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചല്ല, മറിച്ച് ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയും ചിലരോട് ചില സമയത്ത് കരുണ കാണിക്കുകയും ഒക്കെ ചെയ്തത് അത് ദൈവം തൻ്റെ സർവാധികാരത്തിൽ ചെയ്തതാണ്. അങ്ങനെ ആരോടെങ്കിലും കരുണ കാണിച്ചു എന്നുള്ളത് മറ്റുള്ളവരോട് അനീതി ചെയ്തു എന്ന് അതിനർത്ഥമില്ല എന്നുള്ളതാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ശരി പ്രിയമുള്ളവരെ, നമുക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ റോമയിലെ സഭയിലുണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ അടുത്ത വാക്യത്തിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞുവല്ലോ, ഇന്ന് സമയം ഇച്ചിരി കൂടുതലുമായി പോയി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.